എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന വേറൊരാളുടെ ഫോട്ടോ എടുക്കുന്നു, അതിനെ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് നമ്മൾ തന്നെ ഫോട്ടോ എടുക്കുന്നു, അതിനെങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടൂൾ സ്നാപ്സീഡ് ആണ്. അപ്പോൾ നമുക്ക് അതുമേ ഫോട്ടോ എടുക്കാൻ പോകാം. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോ എടുത്ത് പോവുക. അത് കഴിഞ്ഞ് നിങ്ങൾ മാനുവൽ മോഡ് സെലക്ട് ചെയ്യുക. അവിടെ നിങ്ങൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുക. നിങ്ങൾക്ക് ഏതാണോ ആംഗിൾ വെക്കുമ്പം ഫോട്ടോ അടിപൊളിയായിട്ട് തോന്നുന്നത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുപ്പ് വേണ്ടിയാണ്. നമുക്കിനി എഡിറ്റിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോ നമ്മളിവിടെ സ്നാപ്സീഡിലോട്ട് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് തുടങ്ങാം. അതിൻ്റെ നമുക്ക് ആദ്യമേ ടൂൾസിലേക്ക് പോവുക. അതിൻ്റെ ട്യൂൺ ഇമേജ് എടുക്കുക. ട്യൂൺ ഇമേജിൻ്റെ അകത്ത് ബ്രൈറ്റ്നസ് ഒരു പൊടിക്ക് കുറയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിവിടെ ഷാഡോസ് കാണാം. ഷാഡോസ് നമുക്ക് ഏകദേശം ഒരു 30-32% ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നിങ്ങൾ കേവ്സിലേക്ക് പോവുക. RGB സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ ഏറ്റവും മണ്ടത്തെ പോയിന്റ് ഫുള്ള് താഴോട്ട് കൊണ്ടുവരിക. ഡൺ കൊടുക്കുക. അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നിങ്ങൾ മണ്ടലത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിൻ്റെ അത് വ്യൂവേഴ്സ് കൊടുക്കുക. വ്യൂവേഴ്സ് കൊടുത്തതിന് ശേഷം കേവ്സ് കാണാം. കേവ്സിൻ്റെ അത് ഡ്രോ ഓപ്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കേവ്സ് 100 ആക്കിയ ശേഷം നിങ്ങൾ ഫുള്ള് ഡ്രോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലാക്ക് ആവുന്ന കാണാം. അതുപോലെ എല്ലാ വശവും ബ്ലാക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഈ പൂവിൻ്റെ അവിടെ എത്തും നിങ്ങൾ സൂക്ഷിക്കണം ഈ ബ്ലാക്ക് ആക്കാനായിട്ട്. പൂവ് കയറി പോവില്ല. ഇതൊക്കെ ഞാൻ മായ്ക്കാം. എന്നാലും നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യുക. ഫ്ലവറിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ബ്ലാക്ക് ചെയ്തിട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഡൗൺ ചെയ്യുക. ഡൗൺ ചെയ്തിട്ട് പതുക്കെ ഒന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അകത്ത് സെറ്റിങ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഡൺ കൊടുക്കാം. ബാക്ക് പോവുക. അത് ചെയ്യേണ്ടത് ടൂൾസ് എടുക്കുക. ടൂൾസിൻ്റെ അകത്ത് നമുക്കിവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ന്യൂട്രൽ സെറ്റ് ആക്കുക. ഡൺ കൊടുക്കുക. അതിന് ടൂൾസ് എടുക്കുക. കേവ്സ് എടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളിവിടെ ഗ്രീൻ സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് പതുക്കെ ഡൗൺ ചെയ്യുക. ചെറുതായിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു പോയിന്റ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ചെറുതായിട്ട് ആ പൂ ഹൗസ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾ കേവ്സ് എടുക്കുക. അതിൻ്റെ അത് നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളിവിടെ ഫേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. അതിൻ്റെ നമുക്ക് ലൈനെല്ലാം കറക്റ്റ് ലെവലാക്കാം. അതിൻ്റെ താഴത്തെ പോയിന്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്യുക. നമുക്ക് ഡൺ കൊടുക്കാം.
അത് കഴിഞ്ഞ് ചെയ്യേണ്ടത് നമുക്ക് ആ ഫോട്ടോയ്ക്കകത്ത് ഒരു ഫ്ലെയറിൻ്റെ ഒരു പോലുണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്ന് കൊടുക്കാം. അതിനുവേണ്ടി ടൂൾസ് എടുക്കുക, ഡബിൾ എക്സ്പോഷർ എടുക്കുക, ആഡ് ഫോട്ടോ കൊടുക്കുക. ആഡ് ഫോട്ടോയ്ക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ ഇമേജസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ എവിടെയാണ് ആ ഫ്ലെയറിൻ്റെ ഇത് കൊടുത്തേക്കുന്നത് ആ ഫയൽ ഓപ്പൺ ആക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സൈഡിൽ കൊണ്ട് ഇത് വെക്കാം. അതിൻ്റെ ആഡ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് ചെയ്ത് കുറിച്ച് കുറച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. ഡൺ കൊടുക്കാം. അപ്പം നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ബിഫോർ ആഫ്റ്റർ എന്ന് കണ്ടു കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബിഫോർ ആഫ്റ്റർ കണ്ടാൽ മനസ്സിലായി എങ്ങനെ ഇരുന്ന ഫോട്ടോ ആണ് ഇതുവരെ എടുത്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.